ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്യൂറ്റീൽസ്. കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡ് ഗവൺമെന്റ് വലിയൊരു അനൗൺസ്മെന്റ് നടത്തുകയുണ്ടായി. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ന്യൂസിലാൻഡ് ഗവൺമെന്റ് 400 നേഴ്സുമാരെയും അതുപോലെ തന്നെ 100 ഡോക്ടർമാരെയും റിക്രൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് അവർ അനുവദിക്കുന്നു. അതുപോലെ മറ്റു പല കാര്യങ്ങളും അവർ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ച് പറയുകയുണ്ടായി. പ്രധാനമായും 4 കാര്യങ്ങളാണ് ആ അനൗൺസ്മെന്റിൽ ഉണ്ടായിരുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണാം. ഈ അനൗൺസ്മെന്റ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന നേഴ്സുമാർക്ക്, അതുപോലെ തന്നെ ന്യൂ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, അതുപോലെ ഡോക്ടേഴ്സിനൊക്കെ വളരെയധികം ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു അനൗൺസ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് കാര്യം അവർ എന്താണ് ആ അനൗൺസ്മെന്റിൽ പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി അവർ പറഞ്ഞത് ഡോക്ടേഴ്സിന്റെ കാര്യമാണ്. 100 ഡോക്ടർമാരെ, പ്രൈമറി കെയർ സെക്ടറിലേക്ക് 100 ഡോക്ടർമാരെ, ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി നിൽക്കുന്ന 100 ഡോക്ടർമാരെ അവർ പ്രൈമറി ഒരു കെയർ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഒരു 2 വർഷത്തെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവർക്ക് ഇവിടേക്ക് ജനറൽ പ്രാക്ടീസിന് എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. പക്ഷെ ഇവർ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് വൈക്കാട്ടോയിൽ അതിന്റെ സ്റ്റഡിയൊക്കെ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു ഡെസ്റ്റിനേഷനായി കാണുന്ന ഡോക്ടേഴ്സിന്, ഇത് ഓവർസീസ് പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഇത് വളരെ നല്ലൊരു വാർത്തയായിരിക്കും. അതുപോലെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് കുറച്ച് നാളുകളായിട്ട് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആ ഒരു ഫണ്ടിങ് ഒക്കെ ഒരു കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത്ര എമൗണ്ട് ഫണ്ട് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് അനുവദിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെന്റ് ആണ് രണ്ടാമത് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ അടുത്ത അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഹെൽത്ത് കെയർ സിസ്റ്റം, അതായത് വീഡിയോ കോൺഫറൻസ്, ഓൺലൈൻ അപ്പോയിൻമെന്റ്, റെഫറൽസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ. അതായത് 24 അവർ ഈ ഹെൽത്ത് കെയർ എല്ലാ സിറ്റിസണിനും എല്ലാ റെസിഡൻസിനും ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ആക്സസിബിൾ ആക്കുക, സുതാര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ്. അതായത് ഇപ്പോൾ നല്ല തിക്കും തിരക്ക് കാണാൻ പലപ്പോഴും അപ്പോയിൻമെന്റ് കിട്ടാറില്ല. അപ്പം ഈ റെഫറൽസ്, ലാബ്, അതുപോലെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക, അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള അപ്പോയിൻമെന്റ്സ് എല്ലാം വീഡിയോ കോൺഫറൻസിലൂടെ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ നല്ല കാര്യമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് 400 നേഴ്സുമാരെ അവര് രജിസ്ട്രേർഡ് ആയിട്ടുള്ള 400 നേഴ്സുമാരെ പ്രൈമറി കെയർ സെക്ടറിലേക്ക് എടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ന്യൂ ഗ്രാജുവേറ്റ്സിനുള്ള ഒരു ഓപ്ഷനായിട്ടാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ നമുക്ക് വന്നിട്ടില്ല. കാരണം ഓവർസീസിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവരെയാണോ അതോ ഇവിടെയുള്ള ആളുകളെയാണോ ഒന്നും തന്നെ ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നത് 400 നേഴ്സുമാരെ പ്രൈമറി കെയർ സെക്ടറിലേക്ക് എടുക്കാനുള്ള ഒരു പ്ലാൻ അവർ ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷെ ഇതൊരു ശുഭപ്രതീക്ഷ ആകും, അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതൊരു തുടക്കമാണ്. കാരണം ഒരുപാട് ഷോർട്ടേജും മറ്റു കാര്യങ്ങളുമുണ്ട്. പക്ഷെ ബഡ്ജറ്റിന്റെ പേരിൽ അവർ അതൊരു കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സുരണ്ണ പോലെയുള്ള സംഘടനകളൊക്കെ ഇതിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉടനെ തന്നെ മറ്റൊരു അനൗൺസ്മെന്റ് വരും, അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ക്യാപ്പ് മോസ്കിയും കഴിഞ്ഞ് നിൽക്കുന്ന നേഴ്സുമാരോട് നിങ്ങളൊന്നും വറി ചെയ്യേണ്ട, നിങ്ങൾ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യുക. പിന്നെ ന്യൂസിലാൻഡ് എന്നുള്ള രാജ്യത്തിലേക്ക് വരാനായിട്ട് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും വളരെ നല്ലൊരു അപ്ഡേറ്റ് ഇനിയും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ കറന്റ് വന്നിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.